ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി പിസയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഈ പിസ വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡർ, ഈസ്റ്റ്, സോഡ, മൈദ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല, ഗോതമ്പ് പൊടി പോലും ചേർത്തിട്ടില്ല. പിന്നെ ഈ പിസ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും കഴിക്കാം. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റും, വളരെ സോഫ്റ്റാണ്, നന്നായിട്ടുണ്ട്. നമ്മൾ ഈ പിസ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ പുറത്ത് പോയി നമുക്ക് പിസ കഴിക്കേണ്ട ആവശ്യം തോന്നത്തേ ഇല്ല. അപ്പം ഞാൻ ഇത് 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയതാണ് സഡനായിട്ട് ഇങ്ങനെ ഉഴുന്ന് കൊണ്ട് പിസ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 പ്രാവശ്യം ട്രൈ ചെയ്തു. കൊള്ളാൻ തോന്നി, അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പിസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉഴുന്ന്. അപ്പോൾ ഉഴുന്ന് നമ്മൾ രാത്രി തന്നെ നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഉണ്ടാക്കിയെടുത്താലും മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സമയമില്ല, മീൻസ് ആ ദിവസം തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ രാത്രി തന്നെ ഇട്ട് വെച്ചു. അപ്പോൾ രാവിലെ എളുപ്പത്തിൽ തന്നെ അരച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് മിക്സിയിലിട്ട് അരച്ചു. വെള്ളം അധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി ഞാൻ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിഫറെൻ്റ്, ഒരു നാടൻ ടേസ്റ്റും പിന്നെ പിസയുടെ ടേസ്റ്റും ഒക്കെ വരും. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാലും ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലേ. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കുഞ്ഞ് പാൻ വെച്ച് അതിലൊരു തവി ഞാൻ ഈ ഒരു ഉഴുന്നിൻ്റെ ഈ ബാറ്റർ ഒഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടിയിൽ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അത് നമ്മൾ തിരിച്ചിടണം. അപ്പം ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് വരെ അടച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ആവശ്യമില്ല, കാരണം ഇത് കുഞ്ഞ് പാനിലാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. തീരെ കുഞ്ഞാണ്, വീഡിയോയിൽ വലുതായിട്ടാണ് കാണുന്നത്. കുഞ്ഞ് പാനിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തിരിച്ചിട്ടു. ഇനി നമുക്കിതിനകത്ത് നമ്മൾ എങ്ങനെയാണ് പിസയ്ക്ക് ചേർക്കുന്നത് അതൊക്കെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ വീട്ടിൽ എന്തൊക്കെ അവൈലബിൾ ആയിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയത്. സ്പെഷ്യലായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഇച്ചിരി ടൊമാറ്റോ സോസ് പുരട്ടി അതിൽ ഞാനിപ്പം ക്യാരറ്റും തക്കാളിയും ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ചീസും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് വരെ അടച്ച് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിസ തയ്യാറായി. അപ്പം വേറെ സെപ്പറേറ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് സിമ്പിളായിട്ട് ഈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഏതെങ്കിലും കുട്ടികൾക്ക് പിസ കഴിക്കണം തോന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിസ കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ എത്ര എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ചീസ് മെൽറ്റ് ആവുന്ന വരെ നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. മെൽറ്റായി കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി പിസ തയ്യാറാവും. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദേ നമ്മുടെ പിസ തയ്യാറായിട്ടുണ്ട്. ഉഴുന്ന് കൊണ്ട് എന്ത് എളുപ്പത്തിലാണ് പിസ തയ്യാറാക്കിയത്, എന്ത് സിമ്പിളാണ്, വളരെ ഹെൽത്തിയാണ്. ഉഴുന്ന് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്, ബോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാനും നല്ലതാണ്, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നല്ലതാണ്. അപ്പോൾ അധികം എണ്ണയും വേണ്ട, ഒന്നും വേണ്ട. എത്ര സിമ്പിളായിട്ടാണ് ഇത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പിസ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതല്ലേ. അപ്പം വളരെ സിമ്പിളാണ്, ഈസിയാണ്. രാവിലെ ഉഴുന്നിട്ട് നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റും. എന്ത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താഴെ കമൻറ്റ് ചെയ്ത് പറയുക ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈസി ഹോം മെയ്ഡ് പിസ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.